ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പെൻസിൽ ഡ്രോയിങ് ഫസ്റ്റ് പാർട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഗ്രിഡ് ഇട്ട് നമ്മൾ ഫസ്റ്റായിട്ട് റബ്ബർ വെച്ചിട്ട് നമ്മൾ എല്ലാം മായ്ച്ചെടുക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ എച്ച് ബി പെൻസിൽ ഉപയോഗിച്ചിട്ട് പതുക്കെ ഒരു ലെയർ ഞാനിവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ നമ്മൾ അടിപൊളിയായിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ കണ്ണിൻ്റെ മുകൾവശത്തെ ഭാഗം നമ്മൾ ഡാർക്ക്നെസ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ 8B പെൻസിലാണ് എടുത്തിട്ടുള്ളത്. ബ്രൂസ്റ്റർ എന്ന കമ്പനിയുടെ 8B പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ മുകളിലത്തെ കണ്ണിൻ്റെ മുകൾ വശത്തെ ഭാഗം ഞാനിവിടെ ഡാർക്കായിട്ട് ഞാൻ ഇവിടെ വരച്ചെടുക്കുന്നു. അതുപോലെ തന്നെ താഴത്തെ ഭാഗവും ഡാർക്കായതുകൊണ്ട് തന്നെ ഞാനിവിടെ 8B പെൻസിൽ ഉപയോഗിച്ചിട്ട് തന്നെ ഞാനിവിടെ വരച്ചെടുക്കുന്നു. പിന്നെ കണ്ണിൻ്റെ ഉള്ളിലത്തെ കുറച്ച് ഹൈലൈറ്റ് ഏരിയ ഞാനിവിടെ മോണോ സീറോ എറേസർ വെച്ചിട്ട് ഞാനിവിടെ വൈറ്റ് പോർഷൻസ് ഞാൻ കൊടുക്കുന്നു. പിന്നെ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് HB പെൻസിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നു. പിന്നെ ഇവിടെ പേപ്പർ സ്റ്റമ്പ് ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ബ്ലെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴ്ഭാഗത്തെ ഏരിയാസ് ഞാൻ പേപ്പർ സ്റ്റമ്പ് വെച്ചിട്ട് തന്നെ ഞാൻ ആ ഷെയ്ഡിങ്സ് ഫസ്റ്റ് ലെയർ ഞാൻ എടുത്തു വരികയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ 4B പെൻസിൽ എടുത്തിട്ട് ഞാനിവിടെ കണ്ണിൻ്റെ കുറച്ച് മുകൾ വശത്തെ ഏരിയ ഞാനിവിടെ ജസ്റ്റ് ഞാൻ ഒരു ഷെയ്ഡിങ്സ് കൊടുത്തു റെഡിയാക്കുന്നു. പിന്നെ കണ്ണിൻ്റെ ഉള്ളിലത്തെ കൃഷ്ണമണിക്ക് ഞാനിവിടെ ഹൈലൈറ്റ്സിനായിട്ട് ഇവിടെ വൈറ്റ് ജെൽപ്പൻ യൂസ് ചെയ്യുന്നുണ്ട്. സുക്കുറ എന്ന കമ്പനിയുടെ വൈറ്റ് ജെൽപ്പൻ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ കണ്ണിൻ്റെ കൃഷ്ണമണി ഞാൻ ഹൈലൈറ്റ് കൊടുക്കുന്നു. പിന്നെ കണ്ണിൻ്റെ താഴ്ഭാഗത്തെ ഭാഗം ഞാനിവിടെ 4B പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ സെക്കൻഡ് ലെയർ കുറച്ച് ചെറുങ്ങനെ ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കണ്ണിൻ്റെ ആ ഡാർക്ക്നെസ് പോർഷൻസ് കണ്ണിൻ്റെ മുഖത്തെ പോളയിൽ കുറച്ച് ഡാർക്ക്നെസ് ഏരിയ കൊണ്ട് തന്നെ ഞാനിവിടെ 8B പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനൊരു ഫസ്റ്റ് ഡാർക്ക്നെസ് പോർഷൻ ഉണ്ടാക്കുന്നു. പിന്നെ ഞാൻ ഇവിടെ മുകളിലോട്ട് HB പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ സ്ട്രോക്ക് വൈസ് സ്ട്രോക്കായിട്ട് ഞാനിവിടെ ഷെയ്ഡ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ ഞാനിവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ഏകദേശം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ അപ്ലൈ ചെയ്തതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് മെയിനായിട്ട് വെച്ചാൽ നമ്മൾ മേക്കപ്പ് ബ്രഷാണ്. പിന്നെ അതുപോലെ തന്നെ പേപ്പർ സ്റ്റമ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് പേപ്പർ സ്റ്റമ്പാണ്. പേപ്പർ സ്റ്റമ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് ഞാനിവിടെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ പേപ്പർ സ്റ്റമ്പിൽ നല്ലൊരു ബ്ലെൻഡിങ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളെ പേപ്പർ സ്റ്റമ്പ് വെച്ചിട്ട് ഏകദേശം നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഡാർക്ക്നെസ് ഏരിയ ഞാനിവിടെ 8B പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ ഷെയ്ഡ് എടുക്കുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ലെയർ ഞാൻ സെയിം HB പെൻസിൽ ഒന്നുകൂടി ഡാർക്ക്നെസ് വാല്യൂ കൂട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ താഴത്തെ ആ പോള ഞാനിവിടെ പേപ്പർ സ്റ്റമ്പ് വെച്ചിട്ട് ഒന്നുകൂടി ഞാനിവിടെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ പിന്നെ മുകളിലത്തെ കൺപുരിക നമ്മൾ ഓരോരോ ലൈൻസ് ഓരോരോ രോമങ്ങൾ നമ്മളിങ്ങനെ വരച്ചെടുക്കുകയാണ്. അതും നമ്മളിവിടെ മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഓരോരോ ലൈൻസ് HB മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഓരോരോ ലൈൻസ് വരച്ചെടുക്കുന്നു. പിന്നെ ഒന്നുകൂടി നമുക്ക് ഡാർക്ക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ 8B പെൻസിൽ ഉപയോഗിച്ച് നല്ലതുപോലെ പെൻസിൽ ഷാർപ്പ് ചെയ്തതിനു ശേഷം നമ്മളുടെ ഓരോരോ സ്ട്രോക്സ് നമ്മൾ ഇവിടെ വരച്ചെടുക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ പുരിക ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടി നമുക്കൊന്ന് റിയലിസ്റ്റിക് കിട്ടാൻ വേണ്ടി ഞാനിവിടെ മേക്കപ്പ് ബ്രഷ് അതിൻ്റെ മുകളിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ ആ പൊട്ട് ഞാനിവിടെ വരച്ചെടുക്കുന്നു. ഡാർക്ക്നെസ് ആയതുകൊണ്ട് ഡാർക്ക് വരെയാണ് 8B പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ആ പൊട്ടും റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മൾ റൈറ്റ് സൈഡിലെ കണ്ണിലേക്ക് കിടക്കുകയാണ്. റൈറ്റ് സൈഡിലെ കണ്ണിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് മുകളിലത്തെ ഭാഗം ഞാനിവിടെ 8B പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ആ ഡാർക്ക്നെസ് പോർഷൻ റെഡിയായി കിടക്കുന്നു. അതുപോലെ കണ്ണിൻ്റെ ഉൾഭാഗത്ത് ഞാനിവിടെ HB പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഷെയ്ഡ് എടുത്തിട്ട് പിന്നെ കണ്ണിൻ്റെ മുകൾവശത്ത് നമ്മൾ പേപ്പർ സ്റ്റമ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് ഒരു ലെയർ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ കണ്ണിൻ്റെ റൈറ്റ് സൈഡിൽ കുറച്ചൊരു ഭാഗം പോർഷൻസ് ലൈറ്റ്നെസ് ഏരിയ ആണെന്നുള്ളത് അവിടെ ഞാൻ വിടുകയാണ് ചെയ്യുന്നത്. ആ പേപ്പർ വൈറ്റ് അങ്ങനെ വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ കണ്ണിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ HB പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്യുന്നു. അത് നമ്മൾ പേപ്പർ സ്റ്റമ്പ് വെച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ 8B പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി ഡാർക്ക്നെസ് വാല്യൂ ഉള്ളത്തെ കണ്ണിലെ കൃഷ്ണമണി ഡാർക്ക്നെസ് വാല്യൂ കൂട്ടാൻ വേണ്ടി ഞാനിവിടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഹൈലൈറ്റ്സിനായിട്ട് വൈറ്റ് ജെൽപ്പൻ സുക്കുറ എന്ന കമ്പനിയുടെ വൈറ്റ് ജെൽപ്പൻ വെച്ചിട്ട് ഞാനിവിടെ ഹൈലൈറ്റ്സ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി ലുക്കാണ് കിട്ടുന്നത്. കണ്ണിൻ്റെ സൂപ്പറായിട്ട് ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. റിയലിസ്റ്റിക് ആയിട്ടൊരു കണ്ണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സാണ് ഉറപ്പായാലും ഇത് കണ്ടിട്ട് നിങ്ങൾ നോക്കി വരയ്ക്കാൻ ശ്രമിക്കുക, ഇതുപോലെ വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടിനും കിട്ടുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ട് ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഡ്രോയിങ് പഠിക്കുന്ന കൂട്ടുകാർക്ക് വളരെ ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ തന്നെയാണിത്. പിന്നെ മെയിനായിട്ട് നമ്മൾ ബ്ലെൻഡിങ് ടൂൾസായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ വെച്ചാൽ പേപ്പർ സ്റ്റമ്പും അതുപോലെ തന്നെ മേക്കപ്പ് ബ്രഷുമാണ്. പിന്നെ നമ്മൾ കണ്ണിൻ്റെ മുഖവശത്തേക്ക് നമ്മൾ പെരുകം വരക്കുന്നത് HB പെൻസിൽ മെക്കാനിക്കൽ HB പെൻസിൽ വെച്ചിട്ട് നമ്മളിവിടെ ലൈൻസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഡാർക്ക്നെസ് വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 8B പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുന്നു.
അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ലുക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.